ബോസ് ഹൗസിൽ ഏത് സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു ഇന്ന്? അതിനിടയ്ക്ക് കുറെ വിശേഷങ്ങളുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് ഹൗസില് ഒരടി പോലും നടക്കാത്ത ഒരു ദിവസം ഇന്ന് ഈ ഒരു സീസണിലെ ഈ ഒരു എപ്പിസോഡ് ആയിരിക്കും ചരിത്രത്തിലെ ആദ്യത്തെ ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരടി പോലും ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് ഒരു ചെറിയ ഒരു പൊട്ടലും ചീറ്റലും നടക്കുന്നുണ്ട്. അത് പക്ഷെ ഒരു വലിയ അടിയായിട്ടൊന്നും കലാശിക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാല് ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മോർണിംഗ് അത് ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോഫി കുടിച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നോറ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് നോറയാണല്ലോ ഇപ്പോഴത്തെ പുതിയ ക്യാപ്റ്റൻ. അതായത് ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നോറയാക്കി. ജിൻഡോ ആയിരുന്നു ഫസ്റ്റ് ക്യാപ്റ്റൻ, ജാസ്മിൻ ആണ് അതിനെ അങ്ങോട്ട് മാറ്റിയത്. അപ്പൊ ജിൻഡോ പണിയെടുക്കാത്തോണ്ട് നോറ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാണ്. അതായത് ജിൻഡോ ചേട്ടാ, ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ്, ടീമിലുള്ള ബാക്കി അംഗങ്ങളെല്ലാം പണിയെടുക്കുമ്പോ നിങ്ങൾ മാത്രം ഇവിടെ വന്ന് സിഗരറ്റ് വലിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്നത് എന്തുദ്ദേശിച്ചാണ്? നിങ്ങൾക്ക് വന്ന് പണിയെടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ജിൻഡോനെ നല്ലോണം പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ ഇങ്ങനെ നോറയോട് പറയുന്നു, നീ ഒന്നും കയറി പോവണ്ണേ, എന്റെ പണി ഞാൻ ചെയ്തോളാം, വെറുതെ സ്ക്രീൻ സ്പേസിന് വേണ്ടിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കല്ലേ എന്നൊക്കെ പറയാണ്. പക്ഷെ ഇപ്പൊ നൂറ പറയുന്നുണ്ട്, ഞാൻ സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിച്ചെന്നോ, ഞാൻ കളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ഇങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇടപെട്ട് ആ ഒരു പ്രശ്നം അവിടെ അങ്ങ് ഒത്തുതീർപ്പാക്കുവാണ്. പിന്നീട് ഇതുപോലെ നമ്മുടെ സിബിൻ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും പോയി കളിയാക്കുന്നതിന്റെ കൂട്ടത്തിൽ ശ്രീതൂനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. നീ അവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന സമയത്ത് ആരെയാ ശ്രദ്ധിച്ചെന്നൊക്കെ ഞാൻ നല്ലതായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു സംഭവം. അപ്പൊ അതിന് ശേഷം ഒരു ബിഗ് ബോസിന്റെ കൾച്ചറൽ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു ഒരു സ്കിറ്റ് ആണ് അവിടെ നടന്നത്. നമ്മുടെ സിബിന്റെ ടീം നെക്സ്റ്റ് ടീം ആയിരുന്നു ആ ഒരു സ്കിറ്റ് അവിടെ കാഴ്ചവെച്ചത്. ഒരു ഗംഭീരമായ ഒരു സ്കിറ്റ് തന്നെയായിരുന്നു അതെന്ന് പറയുന്നത്. അതായത് അവരുടെ ഒരു തീം എന്ന് പറയുന്നത് അതായത് ഈ ബാത്റൂം, അതുപോലെ വാഷ് ബേസിന്, അതൊക്കെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആൾക്കാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിന്റെ കോൺട്രവേഴ്സി ആയിട്ട് കേരളത്തില് ആൾക്കാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ ഹൗസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ഹൗസ് തന്നെ ആയിരുന്നു. അപ്പൊ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഈ പറഞ്ഞതുപോലെ വൃത്തിയില്ലാതെ വാഷ് ബേസിനും അതുപോലെ ബാത്റൂമും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഹൗസ് മേറ്റ്സിനെ കളിയാക്കുക എന്നതായിരുന്നു അവരുടെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഹാസ്യ രൂപത്തില് അവർക്ക് പറയാനുള്ള ഒരു മോറൽ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് ഹൗസ് മേറ്റ്സ് ഇപ്പൊ ബാത്റൂമിൽ വരുവാണെങ്കിൽ എത്ര വൃത്തികെട്ട രീതിയിലാണ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ബാത്റൂം യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വൃത്തികേടാക്കുന്നത്, അല്ലെങ്കിൽ വാഷ് ബേസിന്റെ കൈ കഴുകാൻ പോകുന്ന സമയത്ത് എത്ര വൃത്തികേടായിട്ടാണ് അത് ചെയ്യുന്നത്, അത് മാത്രമല്ല ഇനിയിപ്പോ കുളിക്കാൻ ഷവർ ചെയ്യാൻ പോകുമ്പോ അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത്, എത്ര വൃത്തിയാണ്. അപ്പൊ അവര് ചെയ്യുന്ന ഓരോ തുപ്പിയിടുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രവൃത്തികള് ഇതുപോലെ ശബ്ദം കൊണ്ട്, അതായത് പൈപ്പ് തുറക്കുമ്പോൾ പൈപ്പിന്റെ ശബ്ദം വരും, അങ്ങനെ ശബ്ദം കൊണ്ട് അനുകരിച്ച് ഗംഭീരമായ ഒരു പെർഫോമൻസ് തന്നെ അവിടെ കാഴ്ചവെച്ചു. വളരെ മനോഹരം തന്നെയായിരുന്നു ആ ഒരു എപ്പിസോഡ്. ആ ഒരു സ്കിറ്റിന്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിബിൻ തന്നെയായിരുന്നു. ഇപ്പൊ ഹൗസ് മേറ്റ്സ്, അതായത് നമ്മുടെ നെക്സ്റ്റ് ടീമിലുള്ള അംഗങ്ങൾ തന്നെ പറഞ്ഞു എല്ലാ ക്രെഡിറ്റും, ഈ ഒരു സ്കിറ്റിന്റെ ഫുൾ ക്രെഡിറ്റ് സിബിൻ ചേട്ടനാണ്. സൂപ്പർ പെർഫോമൻസ് തന്നെയായിരുന്നു. അടുത്തതായിട്ട് ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. മീറ്റിംഗിന്റെ സംഭവം എന്താന്ന് വെച്ചാല് ചലഞ്ച് ടാസ്ക് നമ്പർ 3, അതായത് വടം വലി മത്സരം. അപ്പൊ വടം വലി മത്സരം എന്ന് പറഞ്ഞാൽ അടുത്ത പവർ ടീമിലേക്ക് ആരാണ് ചൂസ് ചെയ്യപ്പെടുന്നത് എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അപ്പൊ അതിലായിട്ട് മത്സരിക്കാൻ വരുന്നത് ടണൽ ടീം, അതായത് നമ്മുടെ പൂജ, കൃഷ്ണ ഒക്കെയുള്ള, ജാൻമണിയും ഋഷിയും ഒക്കെയുള്ള ആ ഒരു ടീം. അപ്പൊ ആ ഒരു ടീമും ടണലും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പവർ ടീമുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അതെ. അപ്പൊ അവരുടെ മത്സരത്തില് ഈ പറഞ്ഞ രണ്ട് ടീമുകൾക്കും പിന്തുണ നേടാം. അതായത് മറ്റ് ഹൗസ് ടീമുകളുടെയോ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെയോ പിന്തുണ നേടാം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഹൗസ് മേറ്റ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുവാണ്, ഇനി ടണലിനെ പിന്തുണയ്ക്കണോ അല്ലെങ്കിൽ പവർ ടീമിനെ പിന്തുണയ്ക്കണോ, അങ്ങനെ കാര്യമായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് സായിയുടെ ടീം ആണെങ്കിൽ ഇത് അഭിഷേകിന്റെ ഒക്കെ ടീം ആണെങ്കിൽ, അതായത് ജിൻഡോയുടെ ടീം, അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോഴത്തെ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം മറ്റേ ടീം ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സിബിന്റെ ഒക്കെ ഒരു സിബിന്റെ ടീം ആണെന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് പോയിട്ട് സിബിൻ ആണെങ്കിൽ പേഴ്സണലി ഈ ടണൽ ടീം അംഗങ്ങൾ
ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് കുറെ വ്യക്തമായ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ ആരെയും പവർ ടീം ഡയറക്റ്റ് ആയിട്ട് നോമിനേഷൻ അല്ല, അത് ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ അല്ലാത്ത നോമിനേഷൻ ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് അതായത് ഹൗസ് മേറ്റ്സ് ആരെങ്കിലും അവരെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നോമിനേഷൻ ഫ്രീ ആക്കി കൊടുക്കണം. ഈ രണ്ട് ഡിമാൻഡ്സ് ആണ് ഈ പറഞ്ഞ ടീം വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ആവശ്യം എന്ന് പറയുന്നത് ടണൽ ടീം അംഗീകരിച്ചു. ഇതേ ആവശ്യം തന്നെ ഇപ്പോഴത്തെ പവർ ടീമിന്റെ അടുത്ത് വെക്കുന്ന സമയത്ത് അപ്സര പറയുന്നുണ്ട് അത് സാധിക്കില്ലെന്ന്. പക്ഷെ അപ്സരയുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്സരയെ സംബന്ധിച്ചിടത്തോളം ഒരു ജെനുവിൻ പ്ലെയർ ആയതുകൊണ്ട് തന്നെ എന്ത് തെറ്റ് ചെയ്താലും അവരെ നോമിനേഷൻ ഫ്രീ ആക്കണം എന്നുള്ളൊരു കാര്യം അപ്സരയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നീട് ഇതുപോലെ ജിൻഡോയുടെ ടീം ഇങ്ങനെ സായി ഒക്കെയുള്ള ആ ഒരു ടീം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആരെ സപ്പോർട്ട് ചെയ്യണം, ടണലിനെ സപ്പോർട്ട് ചെയ്യണോ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യണോ. അപ്പൊ സായി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ജിൻഡോയോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കാണെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീമിനെ തന്നെ സപ്പോർട്ട് ചെയ്യാം, അവര് 3 പേരേ ഉള്ളൂ, അവര് 3 പേരെ സപ്പോർട്ട് ചെയ്ത് അവര് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 പേരുണ്ട്, അപ്പൊ നമുക്ക് അവരെ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ജിൻഡോനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ജിൻഡോ പറയുന്നുണ്ട് അത് ശരിയാവത്തില്ല, അതിനകത്തുള്ള 3 എണ്ണങ്ങളുടെയും സ്വഭാവം എനിക്ക് നല്ല വൃത്തിക്കറിയാം, ജാസ്മിൻ ആണെങ്കിൽ ഇവരുടെ ബാലുവാണ്, അപ്പൊ അത് നമുക്ക് പണി കിട്ടിയോളൂ, ഞാൻ അതിനൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം വിജയിക്കുന്നത് കൊണ്ട് തന്നെ മറ്റംഗങ്ങളെല്ലാം ആരെ സപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്, ഇപ്പോഴത്തെ പവർ ടീമിനെ. അങ്ങനെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ആദ്യം തന്നെ സിബിന്റെ ടീം കയറി എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോഴത്തെ അതായത് ഞങ്ങൾ ടണൽ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അടുത്ത് ഈ പറഞ്ഞ സായിയോട് ചോദിക്കുന്ന സമയത്ത് സായി പറയുന്നത് അവരെ പവർ ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം പെട്ടെന്നാണ് ഈ പറഞ്ഞ സിബിന്റെ ഒരു ഗെയിം അവിടെ വരുന്നത്. സിബിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തെന്ന് അറിയാമോ, ശരിക്കും പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്, എന്നാ ഇവരെങ്ങനെ എതിർത്തിട്ട് വരാനും പറ്റത്തില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സായി ഒരു പോയിന്റ് എടുത്തത്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും ടണലിനെ സപ്പോർട്ട് ചെയ്യാം എന്നൊരു കാര്യം പറയാണ്. അപ്പൊ അത് ജിൻഡോയ്ക്ക് മനസ്സിലായില്ല എന്നൊരു കാര്യം വരുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ ആൾക്കാർ ഓരോരുത്തരായിട്ട് പറയുകയാണ്. അപ്പൊ ആ സിബിന്റെ ആ ഒരു വാക്ക് മാത്രം കേട്ടിട്ടാണ് ഈ പറഞ്ഞ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റേ ടണലിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കൂടെ നിൽക്കാം എന്നൊരു ഗെയിമിലേക്ക് വന്നത്. പക്ഷെ അവിടെ കൊണ്ട് പവർ ടീമിന്റെ സകല പ്ലാനുകളും അല്ലെങ്കിൽ സായിയുടെ സകല പ്ലാനുകളും പൊളിഞ്ഞടുക്കി എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞാല് ജിൻഡോ ഉള്ള ടീം കൂട്ടത്തിലെ മല്ലയ്യയാണല്ലോ ഈ പറഞ്ഞ ജിൻഡോ, അപ്പൊ ജിൻഡോ ഉള്ള ടീമേ ജയിക്കത്തോളം എന്നുള്ള കാര്യം ഷുവറാണ്, 100% നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജിൻഡോന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ ഒരു അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ അതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിബിന, അവിടെയും ചരട് വലിച്ചത് സിബിൻ തന്നെയാണ്, പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ആ ഒരു ഗെയിം വടംവലി മത്സരം നടക്കാണ്. ആദ്യത്തെ റൗണ്ടിലെ ജിൻഡോയുടെ ടീം അതായത് നമ്മുടെ ടണൽ ടീം ജയിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിലും ടണൽ ടീം തന്നെ ജയിച്ച് എന്താ പറയാ ഒരു വലിയ ഒരു കോമ്പറ്റീഷൻ നടക്കാതെ തന്നെ 2 റൗണ്ടിലും ജയിച്ച് അവർ ആ ഒരു സ്ഥാനം ടണൽ ടീം അടുത്ത പവർ ടീം എന്ന സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ്. എല്ലാവരും ജിൻഡോയാണ് അഭിനന്ദിക്കുന്നത്, പ്രത്യേകിച്ച് ജാൻമണി വന്ന് കെട്ടിപ്പിടുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ജിൻഡോ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു കോമ്പറ്റീഷൻ ഇനിയും കൂടുതൽ ടഫ് ആയിരുന്നേനെ. പക്ഷെ ജിൻഡോ ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിച്ചത്. അങ്ങനെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പവർ ടൂമിൽ വേറൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ അർജുന് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആയിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ടണൽ ടീം പവർ ടീമിലേക്ക് കയറിയതിനു ശേഷം അവർ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ അതാണെങ്കിൽ ആർക്കിഷ്ടപ്പെട്ടില്ല, ഈ പറഞ്ഞ അർജുൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇത്രയും നാൾ അധികാരത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് അധികാരത്തിൽ നിന്ന് ഒഴിയണം എന്ന് പറയുന്നത് ആർക്കും അത്ര ഇഷ്ടപ്പെടാൻ പറ്റുന്ന കാര്യം തന്നെ അല്ലല്ലോ. പിന്നീട് കാണിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സംസാരങ്ങളാണ്. ജാസ്മിൻ ആണെങ്കിൽ ഗെയിം വയ്യ, ജാസ്മിന് ക്വിറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് ജാസ്മിൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ മെന്റലി ഒരുപാട് വീക്കാണ്. ഇപ്പം ആ ഒരു സായിയുടെ ആ ഒരു കാര്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം അതുപോലെ ഡ്രസ്സിന്റെ വിഷയങ്ങളും ഒക്കെ ആയിട്ട് ജാസ്മിൻ ഇപ്പൊ ഒരുപാട് വീക്കായിട്ടാണ് ഗെയിം കളിക്കുന്നത്. എന്നിട്ട് ക്വിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. പക്ഷെ ഗബ്രിയുടെ ഗെയിം ജാസ്മിൻ അവിടുന്ന് പോയാൽ കംപ്ലീറ്റ്ലി പൊട്ടും. അതുകൊണ്ട് തന്നെ ജാസ്മിനെ എങ്ങനെയെങ്കിലും അവിടെ വലിച്ചു നിർത്തണം എന്നുള്ളതാണ് ഗബ്രിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഗബ്രി അതിന്
സിബിന് മാക്സിമം ജാസ്മിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജാസ്മിനെ നീ പറയുന്നൊന്നും മനസ്സിലാക്ക്, അല്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, നീ ഗെയിമിൽ തുടരണം, നീ ഒരു നല്ല പ്ലെയർ ആണ്, നീ ഇപ്പൊ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും എന്തായാലും ക്വിറ്റ് ചെയ്യും, എനിക്ക് പിന്നെ ഗെയിമില്ല. അപ്പൊ ആ ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ ജാസ്മിൻ വീണു പോകുന്നുണ്ട്, ടോട്ടലി വീണു പോകുന്നുണ്ട്. ജാസ്മിൻ എത്ര ഗബ്രിയുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ നോക്കിയാലും അവസാനം ഗബ്രിയുടെ ആ ഒരു കുരുക്കില് ജാസ്മിൻ വീണു പോകുന്നതാണ് കാണുന്നത്. പിന്നീട് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ആഘോഷങ്ങളുടെ തുടക്കം തന്നെയായിരിക്കും. ആദ്യം തന്നെ ലാലേട്ടന്റെ ആ ഒരു വിഷ് ആയിരിക്കും ഹൗസ് വെച്ചിന് കിട്ടുന്നത്. അതിനുശേഷം ഈ ഓരോ മത്സരാർത്ഥികൾ, അതായത് എല്ലാവരുടെയും അല്ല, ജാസ്മിന്റെയും നോറയുടെയും അൻസിബയുടെയും വീട്ടുകാരെ വിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം വിഷ് കാണിക്കുന്നത് ജാസ്മിന്റെ വീട്ടുകാരായിരിക്കും. അപ്പൊ ജാസ്മിന്റെ വാപ്പ എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ച് കടിച്ച ഒരു സെൻസിൽ ഇരുന്നിട്ടാണ് ഈ പറഞ്ഞ ജാസ്മിന് വിഷ് ചെയ്യുന്നത്. അദ്ദേഹം അത് നമ്മൾ ഇന്റർവ്യൂവിൽ കണ്ട ആ ഒരു പ്രസരിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു ജാസ്മിന്റെ വാപ്പയുടെ ആ ഒരു സ്വരത്തിലോ ഒന്നും തന്നെ കാണാനില്ല. അപ്പൊ ആ ഒരു, അതായത് ഉമ്മയുടെയും വാപ്പയുടെയും ഉള്ളിലുള്ള ആ ഒരു വിഷമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു കാര്യം ജാസ്മിന് കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ആവുന്നത് കൊണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയോട് ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഗബ്രി, എന്റെ ഉമ്മായും വാപ്പായും എനിക്കറിയാം, അവര് നോർമൽ ആയിട്ടല്ല ഉള്ള, എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് എന്തോ റോങ് അടിക്കുന്നുണ്ട്. അവിടെയും ഗബ്രി കയറി കുത്തിരിക്കുന്നുണ്ട്. ഗബ്രി പറഞ്ഞോളൂ, നീ എന്തോ ഈ ജാസ്മിനെ ഈ പറയുന്നത്, നീ പറഞ്ഞെല്ലാം ശരിയായിരിക്കാം, നിന്റെ ഉമ്മനെയും വാപ്പനെയും ഒക്കെ നിനക്ക് അറിയായിരിക്കാം, പക്ഷെ അവര് നിനക്ക് വിഷ് ചെയ്തില്ലേ, നിനക്ക് വീഡിയോ അയച്ചു തന്നില്ലേ, പിന്നെ ഇതിൽ കൂടുതൽ നിനക്ക് എന്താണ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ജാസ്മിനെ അങ്ങ് വീഴ്ത്തി കളയുന്നുണ്ട്. അപ്പൊ അവൻ ജാസ്മിൻ എനിക്കിപ്പോ കുറച്ചൊക്കെ സഹതാപം തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും കയ്യിലിരിപ്പുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തം തന്നെയാണ്. പിന്നീട് ബിഗ് ബോസ് ഒരു കിടിലൻ ടാസ്ക് കൊടുക്കാണ്. സംഭവം എന്താന്ന് വെച്ചാല് അൻസിബ, നോറ, അതുപോലെ ജാസ്മിൻ, ഇവർക്ക് 3 പേർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഈദ് സൽക്കാരം, അത് മധ്യ കേരളം, തെക്കൻ കേരളം, വടക്കൻ കേരളം, അങ്ങനെ 3 പ്രദേശങ്ങളിലുള്ള ഭക്ഷണ ബിരിയാണി വെച്ച് ഇവരെ 3 പേരെ സ്വീകരിക്കണം എന്നതായിരുന്നു ടാസ്ക്. അപ്പൊ അതൊരു സ്പോൺസർ ടാസ്ക് തന്നെയായിരുന്നു. ബസ്മതി ബിരിയാണിയുടെ അപ്പൊ അത് ബിരിയാണിയുടെ അത് വെച്ചിട്ടായിരുന്നു. അപ്പൊ സ്പോൺസർ ടാസ്ക് അവര് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. അടിപൊളിയായിട്ട് നല്ല അവരെ സൽക്കരിക്കുകയെല്ലാം ചെയ്തു. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ആണ് നടന്നത്. കൾച്ചറൽ പ്രോഗ്രാമില് ആദ്യം തന്നെ നമ്മുടെ ജാൻമണിയുടെ ഡാൻസ് ആയിരുന്നു. ജാൻമണി ആയിരുന്നു മണവാട്ടി. മണവാളനായിട്ട് അർജുനും മണവാളന്റെ അച്ഛനായിട്ട് നമ്മുടെ ഋഷിയുമായിരുന്നു. അതൊരു ഗംഭീര ഡാൻസ് പെർഫോമൻസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി ഋഷി ആണെങ്കിൽ നടു ഒടിഞ്ഞ ഒരാളായിട്ട് വന്നിട്ടൊക്കെ കളിച്ച ഒരു 4 സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പർ ആയിട്ട് തന്നെ നടന്നു. ജാൻമണിയും എല്ലാവരും മനോഹരമായിട്ട് തന്നെ കളിച്ചു. പിന്നെ നമ്മുടെ നോറയുടെ ഒക്കെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതും ഗംഭീരമായിരുന്നു. ജിൻഡോയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ജിൻഡോ, അതുപോലെ നന്ദനൊക്കെ ഉള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം, അതായത് ഈ ജിൻഡോ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവസാനം ഈ അഭിഷേകും അതുപോലെ സായിയും വന്നിട്ട് ജിൻഡോനെ പൊക്കി എടുത്തിട്ട് അവസാനം തറയിടുന്നൊരു സംഭവമുണ്ട്. അത് അവരെ ഗെയിം പ്ലാനിൽ ഉള്ളതാണോ അല്ലെങ്കിൽ ഒരു കോമഡി ആക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്ത് തന്നെയായാലും അത് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. എനിക്ക് അറിയത്തില്ല, ചിലപ്പോ ഇനി ജിൻഡോന്റെ എന്താ പറയാ പെർമിഷനോട് കൂടെ തന്നെ ചെയ്തതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ പെർമിഷനോട് കൂടെ അല്ല ചെയ്തെങ്കിൽ അതൊരു മോശം പ്രവൃത്തിയായപ്പോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പിന്നീട് ലൈവില് ജാൻമണി ഇരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു മണവാട്ടി ആവുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നടന്നു. അപ്പൊ അതിന്റെ ആനന്ദ കണ്ണീരാണ് ജാൻമണി പൊഴിക്കുന്നത്. പക്ഷെ ജാൻമണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭാഗ്യങ്ങളൊന്നും അവർക്ക് കിട്ടാനുള്ള ചാൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അവർക്ക് കിട്ടാഞ്ഞതായിരിക്കാം. എന്ത് തന്നെയായാലും എപ്പോഴും ബിഗ് ബോസിൽ ഇവരെല്ലാം കളിയാക്കി പറയുന്നത് പോലെ തന്നെ ജാൻമണിക്ക് പെട്ടെന്ന് തന്നെ ഒരു വരനെ കിട്ടട്ടെ. പിന്നീട് ഇതുപോലെ അൻസിബയും ജാൻമണി ഇങ്ങനെ പരസ്പരം സംസാരിക്കാണ്. അതില് ജാൻമണി ഇങ്ങനെ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരടിയും നടക്കാത്തൊരു ദിവസം എന്ന് വേണമെങ്കിൽ ഇന്ന് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ അടിപൊളി ഒരു ഡേ തന്നെയായിരുന്നു ഇത്. പക്ഷെ ഇത് ഇത്രയും എനിക്ക് സിബിൻ കയറിയ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ സിബിൻ പറയുന്നുണ്ട്, അതായത് ബിഗ് ബോസ് ഹൗസിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്റർടൈൻമെന്റ് ആണെന്ന്. അപ്പൊ ആ ഒരു എന്റർടൈൻമെന്റ് കൊണ്ടുവരാൻ കുറെയൊക്കെ സിബിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ സ്കിറ്റിൽ നിന്ന്. അത്രയ്ക്കും ഗംഭീരം പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഇന്ന്
ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.